ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിടിലനൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് ഞാൻ എടുക്കുന്ന 1 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ അല്പം കൂടുതലായിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് സമയം കുറവാണ്, സമയം ഒത്തിരി തിരക്കിട്ടൊക്കെ നിൽക്കുന്ന സമയത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയുടെയൊക്കെ ഉപ്പൊക്കെ നല്ലപോലെ ഈ കഷ്ണത്തിൽ പിടിച്ച് കിട്ടണം. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കനിന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ഒത്തിരി നമ്മൾ മൂപ്പിച്ചല്ല എടുക്കുന്നത് കേട്ടോ. ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം മറു സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഒത്തിരി മൂത്ത് പോകരുത്. തീ ഒന്നും കൂടുതൽ കൂട്ടി വെച്ച് കരിഞ്ഞും പോകാൻ പാടില്ല. തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഞാനിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇതിൻ്റെ നേർപകുതി മതിയാവും ഇഞ്ചി. നമുക്ക് വെളുത്തുള്ളി വേണം ഇച്ചിരി കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇഞ്ചി 1.5 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 2 തണ്ട് കറി ലീഫും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കൊരു 4 സവാള, മീഡിയം സൈസിലെ 4, വലുതാണെങ്കിൽ 3 സവാള മതിയാവും. അതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനിത് നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ സവാള നല്ലപോലെ വഴന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ഈ എയറെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതുകൊണ്ട് ഞാനൊരു ഗ്രാമ്പ് വെച്ച് ആ ഹോളൊന്ന് അടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒരു 5 മിനിറ്റോളം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെച്ച് ചെയ്യരുത്, കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി എരിയൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം, 1.5 സ്പൂണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ പൊടിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമുക്ക് നല്ല പഴുത്ത 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.
അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചിക്കനിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി എല്ലാം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും നല്ലപോലെ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ ഈ കപ്പിന് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്, ഒരല്പം കൂടെ വേണം നമുക്ക് വെള്ളം. ഒരു ചെറിയ കുറുകിയ ചാറോട് കൂടി വേണം നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഒരു 20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇതൊന്ന് വറ്റിച്ച് എടുക്കുക. അപ്പോഴായത് നല്ലൊരു ടേസ്റ്റും കറിയൊക്കെ നല്ലപോലെ കുറുകി നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നല്ലത് ചോറിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ രുചിക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല മണമായിട്ടോ. നല്ല മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നേ. എല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് കറി വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി വാങ്ങി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ കിടിലനൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.